നമസ്കാരം. പ്രധാന വാർത്തകൾ. അവകാശ പോരാട്ടത്തിൽ ഭരണപക്ഷത്തിന്റെ നിറം നോക്കാറില്ലെന്ന് ജോയിന്റ് കൗൺസിൽ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാതെ സംസ്ഥാന സർക്കാർ ന്യായങ്ങൾ നിരത്തുന്നത് അംഗീകരിക്കാനാകില്ല. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ജീവനക്കാരെ ശത്രുപക്ഷത്ത് കാണുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും തുടർ പ്രക്ഷോഭങ്ങൾ മെയ് 12 മുതൽ 15 വരെ പാലക്കാട്ട് നടക്കുന്ന 56ാം സംസ്ഥാന സമ്മേളനം ആസൂത്രണം ചെയ്യുമെന്നും ഭാരവാഹികൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിൽ എത്തിക്കും. മണ്ണാർക്കാട്ട് പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്ന് 75 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മണ്ണാർക്കാട് പോലീസ് പിടിച്ചെടുത്തത് 1.5 ലക്ഷത്തോളം ഹാൻസ് പാക്കറ്റുകൾ. പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് കുന്തിപ്പുഴ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി മാഫിയ സംഘം എക്സൈസിന്റെ പിടിയിൽ 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ്. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമെന്ന് സംഗീതജ്ഞൻ TM കൃഷ്ണ. സംഗീതം ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായി. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ പാട്ടും പൊരുളും. സീനിയർ ചേംബർ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും എത്തിക്കണമെന്ന് ദേശീയ പ്രസിഡന്റ് MR ജയേഷ്. സാധാരണക്കാർക്കും അവശ്യ ജനവിഭാഗങ്ങൾക്കും പരമാവധി സഹായം എത്തിക്കണം. പാലക്കാട്ട് സീനിയർ ചേംബർ റീജിയൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ്. വാർത്തകൾ വിശദമായി. അവകാശ പോരാട്ടത്തിൽ ഭരണപക്ഷത്തിന്റെ നിറം നോക്കാറില്ലെന്ന് ജോയിന്റ് കൗൺസിൽ. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യസമയത്ത് നടപ്പിലാക്കാത്തത് അനുവദിക്കാനാകില്ലെന്നും ഓർഗനൈസേഷൻസ് 56ാം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പാലക്കാട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികൾ വ്യക്തമാക്കി. മെയ് 12 മുതൽ 15 വരെ പാലക്കാട്ട് വെച്ചാണ് ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് 56ാം സംസ്ഥാന സമ്മേളനം. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യസമയത്ത് നടപ്പിലാക്കാത്തത് സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സിവിൽ സർവീസിൽ ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളോടൊപ്പം കാര്യക്ഷമവും അഴിമതിരഹിതവുമായ സർവീസ് കെട്ടിപ്പടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും വേഗത പകരുന്ന തരത്തിൽ സിവിൽ സർവീസ് ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കാൻ ജാഗ്രതയോടെയാണ് ജോയിന്റ് കൗൺസിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയപ്പോഴൊക്കെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും കൗൺസിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധനാ സമിതി റിപ്പോർട്ട് ജോയിന്റ് കൗൺസിലിന് നൽകാനുള്ള വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ പോലും മാനിക്കാതെ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാൻ ശ്രമിച്ച സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെടുക്കാൻ സംഘടനയ്ക്കായി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാതെ തൊടുന്യായങ്ങൾ നിരത്തി വൈകിപ്പിക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് തുടർച്ചയായി 2 ബജറ്റുകളിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇനിയും നടപടികളായിട്ടില്ല. 2024 ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച ശമ്പളത്തിന് ജീവനക്കാർക്ക് അർഹതയുള്ളതാണ്. എന്നാൽ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിലും ജീവനക്കാരുടെ അനുകൂല മനോഭാവമല്ല സർക്കാർ പുലർത്തുന്നത്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ജോയിന്റ് കൗൺസിൽ നിരന്തര പോരാട്ടത്തിലാണ്. സർക്കാർ നിഷേധാത്മക നയം തുടരുകയും ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തപ്പോഴാണ് ജനുവരി 22-ന് പണിമുടക്കം നടത്താൻ ജോയിന്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നിർബന്ധിതമായത്. ജീവനക്കാരും അധ്യാപകരും ആവേശത്തോടെയാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. ഇതു സംബന്ധിച്ച തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഈ സമ്മേളനം രൂപം നൽകും. സിവിൽ സർവീസിനെ തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേരളമൊഴികെയുള്ള വിവിധ സംസ്ഥാന സർക്കാർ സർവീസുകളിലുമായി 30 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. സർക്കാർ സർവീസിലെ നിയമനങ്ങൾ ഇല്ലാതാകുന്നത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ്. ജനങ്ങൾക്ക്
സൗജന്യമായി ലഭ്യമായി കൊണ്ടിരിക്കുന്ന പൊതുസേവനങ്ങൾ ഇല്ലാതായി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾ കുത്തകകൾ കീഴടക്കി കഴിഞ്ഞു. സിവിൽ സർവീസ് ഇല്ലാതാകുന്നതോടെ ഭരണകൂടങ്ങൾ വെറും കച്ചവട സ്ഥാപനങ്ങളായി തരം താഴും. ഇതിനെതിരെ രാജ്യത്താകെ നടക്കുന്ന സമരപരിപാടികൾക്ക് ജോയിൻറ്റ് കൗൺസിൽ സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഭരണഘടനയും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്ന ക്യാമ്പയിനുകൾക്ക് രൂപം നൽകുകയും ചെയ്യും. സമ്മേളനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ CPI ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ഒരു ഘടന അംഗസംഘടനകൾ പല വകുപ്പുകളിലെയും പ്രധാനപ്പെട്ട കാറ്റഗറിക്കലായ 36 അംഗസംഘടനകൾ നമ്മുടെ കൂട്ടായ്മയാണ്. അതോടൊപ്പം തന്നെ പൊതുവായ സംഘടനാ സംവിധാനമുണ്ട്. 2 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ സമ്മേളനം സാധാരണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ പരിപാടികൾ നിങ്ങൾ നോട്ടീസ് കണ്ടാണ്. സാധാരണ ഒരു സർവീസ് സംഘടന ഏറ്റെടുക്കുന്നതിനേക്കാളും വിപുലമായ പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ മതരാഷ്ട്രത്തിലെ മനുഷ്യൻ എന്നൊരു വിഷയം തന്നെ കൊടുത്ത് സാംസ്കാരിക സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തരായ വക്താക്കൾ തുഷാർ ഗാന്ധി ഉൾപ്പെടെ 15-ാം തീയതി തുഷാർ ഗാന്ധി, അതുപോലെ നമ്മുടെ സെയ്ദ് ഹമീദ് എന്ന് പറയുന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ്റെ ദേശീയ പ്രസിഡന്റ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്ത് പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു. വളരെ സൂഫി വിദഗ്ധൻ, സൂഫി വരികയാണ്. അങ്ങനെ വളരെ പല നിലകളിൽ അറിയപ്പെടുന്ന ഒരു വന്ധ്യവയോധികയാണ് സെയ്ദ് ഹമീദ്. അവർ പിന്നെ അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ടില്ല. ആദ്യമായാണ് കേരളത്തിലേക്ക് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വക്താവ് വന്നിട്ട് ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണ്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ബിനോയ് വിശ്വം ഉൾപ്പെടെ പ്രകാശ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, നമ്മുടെ മുൻമന്ത്രി കെ ബാലൻ ഉൾപ്പെടെ BK ശ്രീയുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ പാലക്കാടത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തരായ പ്രമുഖരായ ആൾക്കാരെല്ലാം നമ്മളോട് എത്തുന്നു. ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ, ജനറൽ സെക്രട്ടറി ജയേഷ് ചന്ദ്രൻ കല്ലിങ്ങൽ, സ്വാഗത സംഘം ജനറൽ കൺവീനറും സംസ്ഥാന സെക്രട്ടറിയുമായ K മുകുന്ദൻ, വൈസ് ചെയർമാൻ VC ജയപ്രകാശ്, സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ, ജില്ലാ പ്രസിഡന്റ് അംജദ് ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത്. ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള, പഞ്ചാബ്, ജലന്ധർ എന്നിവിടങ്ങളിൽ നിന്നും ഡൽഹിയിൽ എത്തിയ വിദ്യാർത്ഥികളെ കേരളത്തിൽ സുരക്ഷിതമായി എത്തിക്കാനാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പിയത്ത് നൌഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും പരിശോധന നടത്തിയത്. ആനമൂളിയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നാണ് 75 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത്. 93 വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച 1,39,500 ഹാൻഡ്സ് പാക്കറ്റുകളാണ് മണ്ണാർക്കാട് SI ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പിയത്ത് നൌഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം. പുകയില ഉൽപ്പന്നങ്ങൾ എങ്ങനെ പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ എത്തിച്ചു എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സംഭവത്തിൽ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ആനമൂളി പെട്രോൾ പമ്പിന് സമീപം ഉള്ള ഒരു പൂട്ടിക്കിടക്കുന്ന ബില്ലിൽ നിന്നും 93 ചാക്ക് ഹാൻഡ്സ് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 93 ചാക്കുകളിലായിട്ട് 1,39,500 പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ബിൽഡിങ് കുന്തിപ്പുഴയിലുള്ള നമ്പിയത്ത് നൌഷാദ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങാണ്. ആളെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി സംഘം എക്സൈസിൻ്റെ പിടിയിൽ. സംഘത്തലവൻ രാജേഷ് നേരത്തെയും ലഹരി കടത്ത് കേസുകളിൽ പ്രതിയാണ്. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ് പറഞ്ഞു. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീറും സംഘവും നടത്തിയ പരിശോധനയിലാണ്
തൃശൂർ നഗരത്തിൽ നിന്ന് മയക്കുമരുന്നുമായി സംഘം പിടിയിലായത്. പ്രധാന പ്രതി രാജേഷ് നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. ഇയാളിൽ നിന്ന് ഒറിയൻ സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 5 കിലോയോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് വാങ്ങി ഉപയോഗിച്ചിരുന്നവരെക്കുറിച്ച് മൊബൈൽ കോൺടാക്റ്റ് അനുസരിച്ച് വിവരം ലഭിച്ചു. ഇവരെ കണ്ടെത്തി കേസെടുക്കുന്നതിനും അഡിക്റ്റായവരെ വിമുക്തി മിഷൻ വഴി പുതുജീവിതത്തിലേക്ക് എത്തിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബി അറിയിച്ചു. A മുജീബ് റഹ്മാനൊപ്പം പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത്, AI ഗ്രേഡ് NR രാജു, PO ഗ്രേഡ് സിജോമോൻ, PO ഗ്രേഡ് KR ബിജു തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമാണെന്ന് സംഗീതജ്ഞൻ TM കൃഷ്ണ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റി ഒരുക്കിയ പാട്ടും പൊരുളും പരിപാടിയിലെ ആമുഖവേദിയിൽ സംസാരിക്കുകയായിരുന്നു TM കൃഷ്ണ. ഇപ്പോഴത്തെ തലമുറ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തെ ഗൗരവമായി സമീപിക്കുന്നുണ്ട്. പുതുതലമുറയിൽ സംഗീതത്തിൻ്റെ ഭാവി സമ്പന്നമാണെന്ന് TM കൃഷ്ണ ചൂണ്ടിക്കാട്ടി. പഴയകാലത്തെ ചെറുപ്രായത്തിൽ സംഗീതത്തെ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് വിലയിരുത്തുമ്പോഴാണ് പുതിയ തലമുറ സംഗീതത്തിന് നൽകുന്ന പ്രാധാന്യം മനസ്സിലാകുന്നത്. പണ്ട് ദേവദാസി ബ്രാഹ്മണ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന സംഗീതം ആധുനിക കാലത്തെത്തിയപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായെന്നും TM കൃഷ്ണ അഭിപ്രായപ്പെട്ടു. Answer on the zero. Maximum passing text. So it is. The fact is that big book. It's a treatise, an intellectual treatise. I can disagree with Abraham Pandita. That's a different thing. But the fact that you are not treating the treatise seriously also tells you why. It is also because Abraham Pandita is not treated seriously. It also proves my point that even intellectually, academically, you are not willing to take other voices into the discourse, right? So the fact that Abraham Pandita is ignored is also an example of why we are not, this community, this music is not going, because even intellectual interventions from people from the larger world we have not included. കലാനിരൂപകൻ MJ ശ്രീചിത്രൻ മോഡറേറ്ററായിരുന്നു. കലർപ്പില്ലാത്തതും ലാവണ്യാനുഭൂതി പകരുന്നതുമാണ് ശുദ്ധസംഗീതമെന്ന് പ്രഭാഷകൻ സുനിൽ P. ഇളയിടം പറഞ്ഞു. S. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ MLA, പ്രജിത്ത് ചേതന, TK അച്യുതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. TM കൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. നിരവധി കഥകളി ആസ്വാദകർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ കഥകളി അധ്യാപകനും വിദ്യാർത്ഥിയുമായിരുന്ന കലാമണ്ഡലം ജോൺ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു.
കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ജോണിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഡോക്ടർ സുദീപ് മോഹൻ അവതരിപ്പിച്ച കഥകളി പൂതനമോക്ഷം അരങ്ങിലെത്തി. പിന്നണിയിൽ കലാമണ്ഡലം മണികണ്ഠൻ, വിനീഷ് എന്നിവർ ഗാനമാലപിക്കുകയും ശ്രീരാഗ് ചണ്ടയും ഇടക്കയും മനോജ് മദ്ദളത്തിലും വേദിയിലെത്തി. അരുൺ രമേശ്, സോഹാൻ എന്നിവർ അണിയറ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സീനിയർ ചേംബർ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും എത്തിക്കണമെന്ന് ദേശീയ പ്രസിഡന്റ് MR ജയേഷ്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് റീജിയണൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും പരമാവധി സഹായം എത്തിക്കണമെന്നും ദേശീയ പ്രസിഡന്റ് നിർദ്ദേശിച്ചു. And I have a shared vision 360, impacting lives. I have a slogan, together we excel. Again, I have the responsibility of taking care of this society as a leader of this organization, taking it forward. In fact, yesterday, we were talking about our Jayarajan's slogan, enjoy Senior Chamber. Yes, we should enjoy Senior Chamber. You are all enjoying Senior Chamber. The family of Palakkad is enjoying Senior Chamber. സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് റീജിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് B. ജയരാജൻ, ദേശീയ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ, നിയുക്ത പ്രസിഡന്റ് M. ജാഫർ അലി, സെക്രട്ടറി R. ജയപ്രകാശ്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് S.T. സുരേഷ്, പ്രൊഫസർ A. മുഹമ്മദ് ഇബ്രാഹിം, അഡ്വക്കേറ്റ് T.V. സുദർശ്, ട്രഷറർ P. വിനോദ് കുമാർ, ഗിരിജ പ്രദീപ്, ദീപ ജയപ്രകാശ്, മാളവിക എന്നിവർ പ്രസംഗിച്ചു. പ്രൊജക്ട് ഡയറക്ടർ അജിത് മോഹൻ സ്വാഗതവും നിയുക്ത സെക്രട്ടറി പ്രതീഷ് കുമാർ മേനോൻ നന്ദിയും പറഞ്ഞു. പുതിയ പ്രസിഡന്റായി P. ജാഫർ അലിയും മറ്റ് ഭാരവാഹികളും സ്ഥാനമേറ്റു. എൻട്രി ഹോം ഫോർ ഗേൾസ് താമസക്കാർക്ക് വാട്ടർ പ്യൂരിഫയർ, നിരാലംബരായ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാളക്കാരെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു 54-കാരൻ ചെറുതുരുത്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കൊച്ചു കഫേ മഖാനിയിൽ ജവാന്മാർക്കായി ഒരു റൂം തന്നെ ഒരുക്കിയിരിക്കുന്നത്. കഫേയിലെ ഏത് ഭക്ഷണവും പട്ടാളക്കാർക്ക് സൗജന്യമാണ്. മഞ്ഞും വെയിലും മഴയും വകവയ്ക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ജീവൻ സംരക്ഷിക്കുന്ന നമ്മുടെ ധീരജവാന്മാർ ഇന്ന് യുദ്ധത്തിനെ നേരിടുന്ന അവസ്ഥയിലാണ്. ഇവർക്ക് നന്മകൾ പകരാനും പ്രാർത്ഥിക്കാനുമായി വർഷങ്ങളായി തൻ്റെ കൊച്ചു കഫേ മഖാനിയിൽ ജവാന്മാർക്കായി ഒരു റൂം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് പൂവത്തിങ്കൽ വീട്ടിൽ അബ്ദുൾ സലാം എന്ന 54-കാരൻ. വർഷങ്ങളായി പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മകൾ വരട്ടെ എന്ന് പറഞ്ഞ് ലഘുരേഖകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം കടയിലെത്തിയ എല്ലാ പട്ടാളക്കാർക്കും ഇവിടെയുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും സൗജന്യമാണ്. ഇവർക്കായി ഒരു റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പല ജവാന്മാരുടെയും ഫോട്ടോകളും പതിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഇവർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് എന്ന് എഴുതിയ കട്ടൗട്ടറും മിലിറ്ററി ഡ്രസ്സിൻ്റെ കളറോട് കൂടിയ റൂം ആണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ റൂമിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു സെൽഫി ചിത്രമെടുത്തതിന് ശേഷമാണ് അധികം ആളുകളും പോകാറുള്ളൂ. ഇതിനോടകം നിരവധി സാമൂഹിക പ്രവർത്തനത്തിലുള്ള അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. 7ാം വയസ്സിൽ സ്വന്തം ജ്യേഷ്ഠൻ മുഹമ്മദ് അലി ജവാനായപ്പോൾ അവിടെ നിന്ന് ലീവിൽ വരുമ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ടതോടെയാണ് തനിക്കും ഒരു പട്ടാളക്കാരനാകണം എന്ന് ആഗ്രഹിച്ചത്. എന്നാൽ സാഹചര്യം ഒത്തുവന്നില്ല. അങ്ങനെയാണ് വിദേശത്ത് ജോലിക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റി കുറേ പഠിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നാട്ടിൽ വന്ന് സ്വന്തമായി ഒരു കഫേ മഖാനി തുടങ്ങിയത്. കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകർക്കും ആംബുലൻസ് പോലീസ് ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഈ കടയിൽ കുപ്പിവെള്ളവും ചായയും സൗജന്യമായി നൽകി വരുന്നത് ഇന്നും തുടരുന്നു.
ഓരോ ജവാന്മാർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണമെന്നും സലാം പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ രാജ്യത്തെ സൈനികർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യം വലിയ ദീർഘവീക്ഷണത്തോടുകൂടി വലിയൊരു കാഴ്ചപ്പാടോടുകൂടി കണ്ടിരിക്കും. ഞാൻ ഏകദേശം ഒരു 7 വയസ്സ് മുതൽ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്കൊരു 5 വയസ്സ് പ്രായമുള്ള സമയത്താണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തതും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തതും. അന്ന് മുതൽ ആണ് എനിക്ക് ഈ രാജ്യത്തെ ഫോഴ്സിനോടുള്ള താല്പര്യം ഉണ്ടായത്. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങളൊക്കെ വളർന്ന് വലുതായതോടുകൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ വളർന്നു വലുതായി. രാജ്യത്തെ സൈനികർക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ ഞങ്ങളെ എല്ലാവിധ സേവനങ്ങളും രാജ്യത്തെ സൈനികർക്ക് 24 മണിക്കൂറും നമ്മുടെ കുടുംബത്തിൽ ആര് വരുന്നുണ്ടോ അവർക്ക് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതേപോലത്തെ ഫെസിലിറ്റിയാണ് ഇവിടെ നമ്മൾ സൈനികർക്ക്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്ര ശ്രീ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തി ജയന്തി ആഘോഷം 2 ദിവസങ്ങളിലായി നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്കൊരുക്കിയ പ്രസാദഊട്ടിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനി ഞായർ ദിവസങ്ങളിലായാണ് നരസിംഹമൂർത്തി ജയന്തി ആഘോഷിച്ചത്. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിയുടെയും മേൽശാന്തി രാമൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും വിശേഷ പൂജകളും നടന്നു. ശനിയാഴ്ച ഷൊർണൂർ വൈഷ്ണവം ട്രസ്റ്റിൻ്റെ പുരസ്കാര സമർപ്പണം, എൻഡോവ്മെൻറ്റ് വിതരണം, അക്ഷരശ്ലോക സദസ്സ്, കാവ്യകേളി തുടങ്ങിയ പരിപാടികൾ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വൈകിട്ട് നൃത്തനൃത്യങ്ങളുമുണ്ടായി. ഞായറാഴ്ച വിശേഷ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് നടന്ന പ്രസാദഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വർഷവും നടത്തിയിരുന്ന ഒരു ആഘോഷമാണ് ഈ ആഘോഷം. അത് പ്രസാദഊട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരമായ ഇതിന് ഗാനമേള ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇതിൻ്റെ നാട്ടിലുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം 2 ദിവസമായിട്ടുള്ള പരിപാടികളായി. വൈകിട്ട് താലമെടുപ്പ്, ദീപാരാധന, വൈഷ്ണവം ട്രസ്റ്റിൻ്റെ പഞ്ചാരിമേളം, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ഗ്യാങ് ഓഫ് പരുത്തിപ്ര സ്പോൺസർ ചെയ്ത ഗാനമേളയുമുണ്ടായി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. പത്തിരിപ്പാല GVHSസിലെ SLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 10 വിദ്യാർത്ഥികളെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർ പഠനം നടത്താൻ കഴിയാത്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും അൻവർ സാദിഖ് അറിയിച്ചു. എല്ലാത്തിനും കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിൻ്റെ ബേസ്. ഞാനത് പറഞ്ഞു തരാൻ കാരണം ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ്. പല കുട്ടികളും ചിലപ്പോൾ എന്തെന്നറിയാതെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, കൊമേഴ്സ് എടുക്കും. അതെല്ലാം എടുത്ത് 2 വർഷം കഴിഞ്ഞ് +2 റിസൾട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ആഗ്രഹം തോന്നുക നമുക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാർമസി കോഴ്സുകളിലേക്ക് പോകണം എന്നല്ല, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഈ കോഴ്സ് പറ്റിയെന്ന് വരില്ല. തുടർ പഠനം എന്ന് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് കരിയർ ക്ലാസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. സുലൈമാൻ, ഫാസിൽ എന്നിവർ സംസാരിച്ചു. സുമയ്യ, വൈഷ്ണവ്, ദേവസൂര്യ, ഷിയ ഫാത്തിമ, അഖില, അബ്ദുസമദ്, അൽഹയറിൻ, ലഫീസ, അർജുൻ ദാസ്, അബ്ദുൾ സമദ് എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഓടന്നൂർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. നമുക്ക് നമ്മെ അറിയാമെന്ന നാമത്തിൽ നടന്ന ക്ലാസ് മോട്ടിവേറ്റർ P. അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. VA അൻവർ, AP അഷ്റഫ്, ഹിദായത്തുള്ള, താഹിറ എന്നിവർ സംസാരിച്ചു. ഖത്തീബന്മാരുടെ വിജയം പറഞ്ഞതാണ്. ഖത്തീബന്മാർക്ക് പറഞ്ഞത് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ കേൾക്കുന്നവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. പറഞ്ഞാലും ഓർമ്മ. ശരി, ഓക്കെ. നമ്മുടെ ഈ ക്ലാസ്സിന്റെ തലക്കെട്ട് നോ തൈസെൽഫ് എന്നാണ്. നോ തൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ഈ ഇന്നത്തെ പരിപാടിയുടെ തലക്കെട്ടായിട്ട് നമ്മൾ കൊടുത്തത് നിങ്ങളതിൻ്റെ പോസ്റ്റർ ഒന്നും കണ്ടില്ലേ? അതൊക്കെ നമ്മുടെ ഈ സംഘാടനത്തിൽ വരുന്ന പ്രശ്നമാണ്. കൃത്യമായിട്ട് എന്താണ് നമ്മളിവിടെ പറയപ്പെടാൻ പോകുന്നത് എന്നുള്ളത് രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും അറിയണം. നോ ദൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുക, നമുക്ക് നമ്മെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്. നോ ദൈസെൽഫ് എന്ന് പറയുന്ന വാക്ക് ആര് പറഞ്ഞതാണെന്ന് അറിയോ? നോ ദൈസെൽഫ് എന്ന് ആദ്യം കേൾക്കുകയാണ് അല്ലേ? അത് പറഞ്ഞത് സോക്രട്ടീസ്. വിശ്വജീവൻ ഡയറക്ടർ പ്രദീപ് കുമാർ രചിച്ച വിശ്വജീവൻ യോഗ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിലമ്പൂർ ചേക്കാട് ഗ്രാമദീപം ആശ്രമം മഠാധ്യക്ഷ ദേവകി ടീച്ചർ നിർവഹിച്ചു. ആത്മീയ പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, പ്രൊഫസർ സുഗത തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അപൂർവ രോഗം ബാധിച്ച 1 വയസ്സുകാരൻ്റെ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. 20 ലക്ഷം രൂപയാണ് പിഞ്ചുകുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുളപ്പുള്ളി അണ്ണാഞ്ചേരിപ്പറമ്പ് തോട്ടത്തിൽ രൂപേഷ് ഷർമിള ദമ്പതികളുടെ ഏകമകനായ 1 വയസ്സുള്ള പ്രണവ് കൃഷ്ണയാണ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എപ്പിലെപ്സി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരനായ കുട്ടിയുടെ അച്ഛൻ രൂപേഷിന് ഭീമമായ ഈ തുക കണ്ടെത്താൻ പ്രയാസമാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ പ്രണവ് കൃഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പി മമ്മിക്കുട്ടി MLA രക്ഷാധികാരിയായ സമിതിക്ക് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ്, 32-ാം വാർഡ് കൗൺസിലർ P പ്രസാദ്, KT രവിദാസ്, രാജൻ പയ്യനേഴി, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ പാപ്പുള്ളി, MP സതീഷ് കുമാർ എന്നിവരാണ് ചുക്കാൻ പിടിക്കുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായമുണ്ടാകണമെന്ന് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കൂടിയായ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ 20 ലക്ഷം രൂപ ശേഖരിക്കാൻ ബഹുമാനപ്പെട്ട MP VK ശ്രീകണ്ഠൻ, അതുപോലെ P മമ്മിക്കുട്ടി, ഇവരെല്ലാം രക്ഷാധികാരികളായിട്ടും നഗരസഭ ചെയർമാനായിട്ടും 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ് കൺവീനറുമായിട്ടുള്ളൊരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് നമുക്ക് ശേഖരിക്കേണ്ടത്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മൾ KT രവിദാസ്, രാജൻ പയ്യനഴി ട്രഷററാണ്, വൈസ് ചെയർമാനായിട്ട് 32-ാം വാർഡിലെ കൗൺസിലർ പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഇങ്ങനെയാണ് ഭാരവാഹികളായിട്ടുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല സഹകരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഫണ്ട് സമാഹരിക്കുന്നതിൽ ഉണ്ടാവണം. ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഈ അവസരത്തിൽ തേടുകയാണ്. അതിന് മാധ്യമങ്ങളുടെ ഒരു നല്ല പിന്തുണ, പ്രചരണം ഉണ്ടാകണം എന്നും. ചികിത്സാ സഹായ സമിതി ട്രഷറർ രാജൻ പയ്യനേഴി, വൈസ് ചെയർമാൻ P പ്രസാദ്, K പ്രസാദ്, PK വേണുഗോപാലൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. ഇടത് സർക്കാരിൻ്റെ കർഷകരോടുള്ള സമീപനം സംബന്ധിച്ച് ഏറെ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ കർഷകരെ ചേർത്തു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഇത്രയേറെ കർഷകരെ ദ്രോഹിച്ച മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്ന് മറുപക്ഷം ആരോപിക്കുന്നു. മാറ്റൊലി കാണാം. നമ്മുടെ മാറ്റൊലിയിൽ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനം കണ്ട ഏറ്റവും ജനദ്രോഹവും കർഷകദ്രോഹവുമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ശ്രീ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്. എത്രയേറെ കർഷകരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റാവുന്ന അത്രത്തോളം ബുദ്ധിമുട്ടിച്ചും അവരുടെ സബ്സിഡി ഉൾപ്പെടെ
വെട്ടുകൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും അതുപോലെ തന്നെ യഥാസമയം നെല്ലെടുക്കാൻ ഈ സമയത്തോളം കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നെല്ല് എടുത്തവരുടെ PRS സമയത്തിന് കൊടുക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ദുരിതപൂർണമായ ഒരു കർഷകദ്രോഹ നടപടി ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ജനമുന്നേറ്റം ഉണ്ടാവും. കർഷകരോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം വളരെയധികം മോശമാണ്. കാരണം സംഭരിച്ച നെല്ലിൻ്റെ വില ഇതുവരെയും കർഷകർക്ക് നൽകിയിട്ടില്ല. പാലക്കാട് ജില്ലയിലെ കർഷകരെ ഏറെയും ആശ്രയിക്കുന്നത് നെൽകൃഷിയാണ്. ഈ നെൽകൃഷി ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കർഷകരാണ് പാലക്കാട് ജില്ലയിൽ, അല്ല മറ്റുള്ള ജില്ലകളും കുട്ടനാടും എല്ലാം ഉള്ളത്. കർഷകരോടുള്ള സർക്കാരിൻ്റെ സമീപനം വളരെയധികം മോശമാണ്. നാളെ ഇതുവരെയും ഭരിച്ച ഒരു സർക്കാരുകളും ഇതുവരെ കർഷകരോട് ഇത്രയും വഞ്ചനയും ദ്രോഹവും ചെയ്തിട്ടില്ല. സബ്സിഡി നിരക്കിൽ വളം നൽകാമെന്ന് പറഞ്ഞാൽ അതും നൽകിയിട്ടില്ല. അതെല്ലാം പെരുമ്പാവൂരിലുള്ള പ്ലൈവുഡ് ഫാക്ടറികളിലേക്കാണ് യൂറിയയും മറ്റെല്ലാ കാര്യങ്ങളും പോകുന്നത്. യഥാസമയം വളങ്ങളൊന്നും സർക്കാർ നൽകുന്നില്ല, അതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നില്ല. തീർച്ചയായും കർഷകർ ദുരിതത്തിൽ തന്നെയാണ്. നെൽകൃഷിക്കാരുടെ നെല്ലളന്നതിൻ്റെ പൈസ സർക്കാർ എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെ വാദഗതി പറഞ്ഞാലും ഏത് കാലത്തേക്കാളും ഇന്ന് കർഷകർ ദുരിതത്തിലാണ്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. കർഷകരുടെ വിഷയത്തിൽ ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാണ്. കാരണം നെല്ല് സംഭരണം പണം കിട്ടാൻ വൈകുന്നു. മാർച്ച് 15-ാം തീയതി വരെ ബില്ല് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് പണം കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല PRS കനറ ബാങ്ക് സ്വീകരിക്കുന്നില്ല. കനറ ബാങ്കും SBI ആണ് കർഷകർക്ക് പണം നൽകുന്നത്. കനറ ബാങ്ക് ഒഴിവാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ 2023 ഒന്നാം വിള വരെയുള്ള വിള ഇൻഷുറൻസ് അത് കർഷകർക്ക് നാളിതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് കർഷകരെ ഒപ്പം നിർത്തുന്ന ഈ ഗവൺമെൻറ് പറയുന്നത്? പ്രധാന വാർത്തകൾ വീണ്ടും. അവകാശ പോരാട്ടത്തിൽ ഭരണപക്ഷത്തിന്റെ നിറം നോക്കാറില്ലെന്ന് ജോയിന്റ് കൗൺസിൽ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാതെ സംസ്ഥാന സർക്കാർ ന്യായങ്ങൾ നിരത്തുന്നത് അംഗീകരിക്കാനാകില്ല. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ജീവനക്കാരെ ശത്രുപക്ഷത്ത് കാണുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും തുടർ പ്രക്ഷോഭങ്ങൾ മെയ് 12 മുതൽ 15 വരെ പാലക്കാട്ട് നടക്കുന്ന 56-ാം സംസ്ഥാന സമ്മേളനം ആസൂത്രണം ചെയ്യുമെന്നും ഭാരവാഹികൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിൽ എത്തിക്കും. മണ്ണാർക്കാട്ട് പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്ന് 75 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മണ്ണാർക്കാട് പോലീസ് പിടിച്ചെടുത്തത് 1.5 ലക്ഷത്തോളം ഹാൻസ് പാക്കറ്റുകൾ. പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് കുന്തിപ്പുഴ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി മാഫിയ സംഘം എക്സൈസിന്റെ പിടിയിൽ 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ്. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമെന്ന് സംഗീതജ്ഞൻ PM കൃഷ്ണ. സംഗീതം ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായി. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ പാട്ടും പൊരുളും. സീനിയർ ചേംബർ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും എത്തിക്കണമെന്ന് ദേശീയ പ്രസിഡന്റ് MR ജയേഷ്. സാധാരണക്കാർക്കും അവശ്യ ജനവിഭാഗങ്ങൾക്കും പരമാവധി സഹായമെത്തിക്കണം. പാലക്കാട്ട് സീനിയർ ചേംബർ റീജിയൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.